ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്നാണ് ജോർജോൻ്റെ തലേദിവസത്തെ പരിപാടി. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ പോയിട്ട് കുറേ ഹെൽപ്പൊക്കെ ചെയ്ത് ഡെക്കറേറ്റൊക്കെ ചെയ്തു. ഞാൻ എൻ്റെ നെയിൽസ് ചെയ്തു. അങ്ങനെ ആഡ് ദാറ്റ് ഇൻ ദിസ് വ്ളോഗ് ആസ് വെൽ. സോ നിങ്ങൾ പോയിട്ട് ഞങ്ങൾ ഡെക്കറേറ്റ് ചെയ്തതും ക്ലീൻ ആക്കുന്നതൊക്കെ പോയി കണ്ടിട്ട് വരും. അപ്പോഴേക്കും റെഡി ആവാറാകുമ്പോൾ ഞാൻ കാണിച്ചു തരാം. ഹലോ ഗായ്സ്, ഇന്നത്തെ ഡേ ഓഫ് വെഡിങ് പ്രിപ്പറേഷൻസ്. അപ്പോൾ ഇന്ന് നമ്മൾ വീട്ടിൽ പോയിട്ട് ഗസീബോ ഫിറ്റ് ചെയ്യാൻ പോണ്. ബാക്ക് ഗാർഡനിൽ വീട്ടിൽ മമ്മീനാടിയുടെ അടുത്ത്. ഇവിടെയല്ല, ഞങ്ങളങ്ങോട്ട് പോകാൻ പോണ്. ഞങ്ങൾ ഗസീബോ ഫിറ്റ് ചെയ്യുന്നത് മെയിനായിട്ട് തലേ ദിവസം നമ്മൾ ചെറിയൊരു പരിപാടി വയ്ക്കുന്നുണ്ട്. അതിൻ്റെ ബ്ലോഗ് ഞാൻ സെപ്പറേറ്റ് ഇടാം എന്നാണ് ഇങ്ങനെയൊക്കെ ഞാൻ പറയുമ്പോൾ എനിക്ക് എടുക്കാൻ പറ്റിയാൽ മതിയായിരുന്നു. ചില സമയം നമ്മൾ കുറേ തിരക്കിൻ്റെ ഇടയിലൊക്കെ പെട്ടെന്ന് ഇപ്പോൾ എടുക്കാൻ മറക്കും. പക്ഷേ ഹോപ്പ്ഫുള്ളി ഐ ക്യാൻ ഗെറ്റ് ടു ഡു എ വീഡിയോ ആൻഡ് ദെൻ ഐ ക്യാൻ ചെറിഷ് ഇറ്റ് ഫോർ മെമ്മറീസ് ആൻഡ് സ്റ്റഫ്. ബിക്കോസ് ഞാൻ ജേസ്ഞാൻ്റെ കല്യാണത്തിന് എടുത്ത കല്യാണത്തിൻ്റെ സമയത്ത് എല്ലാ എടുത്ത വീഡിയോസ് ഞാൻ ഇപ്പോഴും ഇരുന്ന് കാണും. ബിക്കോസ് ഐ ജസ്റ്റ് ലവ് ദ മെമ്മറീസ്. So if you haven't watched those vlogs, go and check that out as well. And channel subscribe ചെയ്യാത്തവർ please subscribe as well. It's going to be like a cute, ഞാൻ ജോർജോൻ്റെ എൻഗേജ്മെൻറ്റിൻ്റെ സമയത്ത് അതുപോലത്തെ ഒരു സിമിലർ വീഡിയോ ആണ് ഞാൻ ഇതിനും ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ ഐ ഗെറ്റ് ടു ഡു വീഡിയോസ് വേർ കുഞ്ഞു കുഞ്ഞു ബിറ്റ്സ് ആൻഡ് ബോബ്സ് then എല്ലാം കൂടി ഒരുമിച്ച് സെറ്റാക്കിയിട്ട് ഒരു വീഡിയോ ഫൈനലൈസ് ചെയ്തിട്ട് വ്ളോഗ് ഇറക്കാനാണ് എൻ്റെ താല്പര്യം. എന്തുമാത്രം ചെയ്യാൻ പറ്റുമെന്നൊന്നും അറിയില്ല. അപ്പം ഞങ്ങൾ ഗസീബോ ടീം പോയിട്ട് ഗസീബോ ഫിക്സ് ചെയ്യും. ബാക്കിൽ ഞങ്ങൾ ടീംസ് അവിടെ പോയിട്ട് ഈ തണുപ്പില്ല കേട്ടോ ആക്ച്വലി, പക്ഷെ നല്ല കാറ്റുണ്ട്, അതും കൊണ്ട് തണുക്കുന്നുണ്ട്. വെയിലൊക്കെ പോയി, സമ്മറൊക്കെ കഴിഞ്ഞ്. നമ്മൾ ടോക്കിംഗ് അബൌട്ട് ഗസീബോ പുട്ടിങ്, ഓരോ സാധനങ്ങളൊക്കെ വെക്കാനായിട്ട്. ദിസ് ഈസ് ബിഫോർ യു ഡൂയിങ് ഗസീബോ. നമ്മൾ പാർട്സൊക്കെ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആൻഡ് അന്താരാഷ്ട്ര ഡിസ്കഷനാണ്. എന്താ എവിടെ വെക്കും എവിടെ വെക്കില്ല എന്തൊക്കെ പറയാണ്. ഞങ്ങളിവിടെ വന്നത് ഗസീബോ ഫിറ്റ് ചെയ്യാനാണ്. അപ്പം നമ്മൾ ഗസീബോ ഫിറ്റ് ചെയ്യാനായിട്ട് അത് കഴിഞ്ഞിട്ട് ബാക്കി എന്തെങ്കിലുമൊക്കെ ചെയ്യും. അപ്പം നമ്മൾ ബിഫോർ ആൻഡ് ആഫ്റ്റർ ഞാൻ ടൈം ലാപ്സിലിടാം. അപ്പം നമുക്ക് ഭയങ്കര സ്പീഡിൽ ചെയ്യാൻ പറ്റും. അവിടെ ഒരാൾ പണി തുടങ്ങി. ഇവിടം വരെയായി. എൻ്റെ തൊണ്ട പോയി. നാട്ടിൽ നിന്ന് ഫ്ലക്സ് ഒക്കെ അടിച്ചുകൊണ്ടെന്ന് ഇങ്ങനെയൊക്കെ ചെയ്ത് അങ്ങനെയൊക്കെ ഒപ്പിച്ച് ഏതാണ്ടൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. ആകാശം കണ്ടിട്ട് നല്ല ഐഡിയ. അല്ല, ഫുഡ് നാളെ ഗസ്റ്റിന് കൊടുക്കണേക്കാൾ മുമ്പ് നമ്മളിവിടെ നമ്മുടെ മെനു ഒക്കെ പറയൂ. പറയൂ ഷെഫ്, എന്തൊക്കെയാണ്? നമ്മുടെ കയ്യില് ചിക്കൻ റോസ്റ്റ്, പോർക്ക് ഫ്രൈ, അതാണ് ഇപ്പൊ വേവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പോർക്ക്. പിന്നെ ബോട്ടി ആൻഡ് കായ ടച്ചിങ്സ്, പിന്നെ മീൻ വറ്റിച്ചത്, പിന്നെ മാങ്ങ കറി, പിന്നെ ഒരു തോരൻ, പിന്നെ ചോറ്, കുറച്ച് കള്ള് തക്ക തന്നെ. എന്തായാലേ ഇനി സാലഡ്, വേറെ എന്തെങ്കിലും സാധനങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടോ. അടിപൊളി. നമ്മള് പോർക്ക് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. കല്യാണത്തിന് വേണ്ടി കുറച്ച് വന്ന് വെയിറ്റ്, കല്യാണം അവളെക്കാളും മുമ്പേ കൂടുതലോ കുഴപ്പമില്ല, ഞാൻ വ്ളോഗിലിടാം. ജോർജന്റെ കല്യാണത്തിന് വേണ്ടിട്ടേ കുറച്ച് വെയിറ്റ് കുറച്ച് കിട്ടുന്നത്. കല്യാണം അവളെക്കാളും വീണ്ടും കൂടി അത് നിർത്തിയാ മതി, അപ്പൊ കുഴപ്പമുണ്ടാവില്ല. ഇത്ര കഷ്ടപ്പെട്ട് ഞാൻ പ്രോട്ടീൻ മാത്രമേ ചോറ് കഴിക്കില്ല. വേണ്ട പ്രോട്ടീൻ കട്ട് കാണിച്ചു തരാം. അയ്യോ, വീണ്ടും വന്നു, വീണ്ടും പിടിക്കാൻ പറഞ്ഞു. കെട്ടിക്കൊണ്ടിരിക്കുകയാണ്, അവൻ നിർത്തിയിട്ടില്ല ഇതുവരെ. കൊറേ നേരായി സ്വന്തം കഴുത്തിൽ തന്നെ കെട്ടിപ്പിടിക്കുന്നു. നൂല് തീർക്കലല്ല നമ്മുടെ ജോലി, കെട്ടലാണ് നമ്മുടെ പണി. കല്യാണ പെണ്ണ് നെയിൽസ് ചെയ്യാം.
ദിസ് ഈസ് മൈൻ ബിഫോർ. അവളുടെ ചെയ്തുകൊണ്ടിരിക്കുക. ആഫ്റ്റർ കാണിച്ചു തരാം. ക്രോമി നെയിൽസ് ആണ് ചെയ്തേക്കുന്നത്. ആ പുള്ളിക്കാരത്തി അക്കയുടെ കൈ മുറിച്ച് അവിടെ മുറിച്ച്, പക്ഷെ അത് നാളെ നമ്മൾക്ക് ഹീലാവുമെന്ന് വിചാരിക്കുന്നത്. റോക്ക്. ആൻഡ് ദിസ് ഇസ് വാട്ട് ഐ ഗോട്ട് ഡൺ. ലൈക്ക് പിങ്കി സെയിം ആസ് വാട്ട് ഐ പ്രീവിയസ്ലി വേറൊരു സമയത്ത് ഞാൻ ചെയ്തായിരുന്നു, പിങ്ക് വൺ. ആൻഡ് ദെൻ ഐ ഹാഡ് ദിസ് കളർ ഫോർ ദ ഫാമിലി കളർ. പുള്ളിക്കാരൻ വേവ് അങ്ങോട്ട് വന്നില്ല അല്ലേ? ആ വേവ് ഇതിലും ഗ്ലിറ്റർ ആയോണ്ട് blending in alle. Yeah. Should have done that plain alle. To see the design more. Maybe. But it still looks nice. Yeah. So I like the flowers, they look really nice. Yeah. So idana ഞങ്ങളുടെ petting nails. തലേ ദിവസം പരിപാടിയുണ്ട്. 4-5 hours. Yeah. And then we'll meet again. എന്തായാലേ എപ്പോഴും കണ്ടോണ്ടിരിക്കും. Why do I look like I'm ഇങ്ങനെ വണ്ടി കൊളുങ്ങി. നാളെ അന്മരി വരും. നാളെ ശരിയൊരു സെപ്പറേറ്റ് അട്രാക്ഷൻ. പക്ഷെ നാളെ അന്മരി വരും. ഇല്ല, ഇന്ന് അന്മരി വരും. ഇന്ന് അന്മരി വരും. ഇന്ന് അന്മരി വരും. Oh, but she coming for the thingy? Yeah, she's coming for the thingy. I asked her. So we'll see you in a couple of hours. Bye. Go and rest, have food and chill. Yeah. And then have food. Bye. See you soon. We'll continue this. Cut ചെയ്തോ? ഞാൻ കട്ട് ചെയ്തു. ഞങ്ങള് ഡെക്കറേഷൻ ചെയ്യാണ് പന്തലിന്. മണവാളൻസ് ഓൾവേസ് റെഡി. മണവാളൻ ആൻഡ് ലെഫ്റ്റ് ഓവർ ക്ലബ്. ഞങ്ങൾ അന്ന് ഗസീബോ ഫിറ്റ് ചെയ്തിട്ട് പ്രോപ്പർലി കാണിക്കാൻ പറ്റിയില്ല. രാത്രിയാണ് ചെയ്ത് കഴിഞ്ഞപ്പോൾ. അപ്പം അതുകൊണ്ട് ഒരു ബീച്ച് തന്നെ അങ്ങോട്ട് വെച്ച ഞങ്ങള്. ആരാ ഇഷ്ടമാണ്. അതിന്റെ ഫ്ലെക്സ് കിട്ടൂല. We are nearly done with decorating this and cleaning this place up. It took a lot more effort than we thought. കുറച്ചും കൂടി ചെയ്യാനുണ്ട്, പക്ഷെ സോഫർ കാണിച്ചത്. നമ്മൾ ഈ പൂക്കളൊക്കെ ഇട്ടു, ലൈറ്റൊക്കെ നിങ്ങൾ കണ്ടല്ലോ. പിന്നെ നമ്മൾ ടേബിളൊക്കെ സെറ്റാക്കി, കുറച്ച് കസേര അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അവിടെ വെച്ചു. സോ നമുക്ക് തൊട്ടിരുന്ന് വർത്താനം പറയാനും ഫുഡ് കഴിക്കാനും നമുക്ക് മിക്ക ആൾക്കാർ ഇവിടെ തന്നെ ആയിരിക്കും എല്ലാവരും. ഈ കംപ്ലീറ്റ് എടുത്ത ബാക്ക് സൈഡ് ഐ വിൽ ഷോ യു. പിന്നെ എടുത്ത് മാറ്റാണ്ട് അതർ ദാൻ സോ ഇവിടെ ലൈറ്റും ഡെക്കറേഷൻസ് ഒക്കെ ഉണ്ട്. ആൻഡ് ദെൻ വി ഹാവ് ഫുഡ് ടേബിൾസ് ആൻഡ് വൈബ്സ് ആൻഡ് സ്റ്റാഫ്. ആൻഡ് ദെൻ ഇവിടെ ടേബിളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ആൻഡ് ദെൻ അവിടെ നമ്മൾ ഡ്രിങ്ക്സും കാര്യങ്ങളൊക്കെ വെക്കുന്നത്. ആൻഡ് ദെൻ ദാറ്റ്സ് അബൌട്ട് ഇറ്റ്, ടു ബി ഓണസ്റ്റ്. ഇനിയും രാത്രിയാകുമ്പോൾ ലൈറ്റൊക്കെ ഫുള്ളിട്ട്, ലൈറ്റൊക്കെ കുറച്ച് രാത്രിയൊക്കെ ആകുമ്പോൾ എല്ലാം കാണിച്ചു തരാം. വീട്ടിൽ പോയിട്ട് ഞങ്ങളെല്ലാവരും റെഡി ആയിട്ടായിരിക്കും വരുന്നത്. സോ അൺടിൽ ദെൻ തലേദിവസത്തെ പരിപാടിക്ക് റെഡിയാണ്. തലേദിവസം അല്ലെങ്കിലും നമ്മളങ്ങനെ വിളിക്കും തലേദിവസ പരിപാടിയിൽ നിന്ന്. ഞങ്ങൾ ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷൻ ആൻഡ് അവരെ സഹായിക്കാൻ വേണ്ടി നമ്മൾ ഇച്ചിരി ലേറ്റായി. പക്ഷേ നമ്മൾ എനിക്ക് മൂട്ട് ചെയ്യാൻ ഒന്നിനും സമയം കിട്ടിയില്ല. പക്ഷെ ഇതൊന്ന് കേൾ ചെയ്തിരുന്നു. എനിക്ക് എൻ്റെ സ്ട്രെയിറ്റ്നർ എൻ്റെ കയ്യിലില്ല. സോ ഞാൻ ബാക്കിൽ ജസ്റ്റ് ഇങ്ങോട്ട് പോയി സ്ക്രഞ്ചിങ് വെച്ചിട്ട് ഇവിടെ ക്ലിപ്പ് ചെയ്തിട്ട് ഇങ്ങനെ ചെയ്തു. ആൻഡ് ദെൻ ഈ ബ്ലൗസ്, പിന്നെ സാരി, ലിറ്റിൽ ലോട്ടസ് ഒക്കെ ഉണ്ട്. ലോട്ടസ് ഒക്കെ ഉണ്ട്. ഓക്കെ, ഇനിയൊരു കടന്ന് കാണിച്ചാൽ വെയിറ്റ് ചെയ്യും. കേരള സ്റ്റൈലിനോട് കേരള സ്റ്റൈൽ ഔട്ട്ഫിറ്റ്. മഴ പോവാനും കൂടി ലെറ്റ് us start ഒന്ന്
എന്തോ അല്ല നമ്മൾ എന്ത് പറഞ്ഞ പാട്ട് പാടുന്നത്? ഹാപ്പി മധുരം വെപ്പ് ടു യു. മധുരപ്പല്ല കേക്ക് മുറി. അത് അങ്ങോട്ട് വെച്ച് കൊടുക്കണോ? ആണോ? സോറി, മിസ്സായി പോയി. അല്ല, ക്യാമറയുടെ ഒന്നില്ലായിരുന്നു. ക്യാമറമാനായിരുന്നെങ്കിൽ പറയുന്നുണ്ട് അങ്ങനെ ഇരിക്കും, അങ്ങനെ ഇരിക്കും. അയ്യോ വേണ്ട, സോറി, ഞാൻ പറഞ്ഞു. ഞങ്ങളുടെ ഫയർ ഫിറ്റ് അടിപൊളിയാണ്. ഫയർ ഫിറ്റ് എന്റെ ഡ്രസ് ഇപ്പൊ കത്തിയാനാവുണ്ട്. ഗ്രൂം ഹായ് ഹരീഷിന് വ്ലോഗ് ഇടുന്നു, പക്ഷെ ഇങ്ങനെയൊക്കെയാണ് കാണിക്കുന്നത്. ഞാൻ എന്താ ചെയ്യണ്ടേ? Hi guys, vlog takeover ആണ് ഇനി. Okay, take over. Okay, go. For the next. ടിജോ, നീ എന്റെ നിലയ്ക്ക് മധുരമൂരിനെ പറ്റി വളരെ നല്ല അഭിപ്രായമാണ്. മദ്യമുണ്ട്, ആൾക്കാരുണ്ട്, ഓളമുണ്ട്. അതാണ്. അതായത് പോസ് ചെയ്ത് എങ്ങനെയായിരുന്നു? ഇരുട്ടാണിത്. മധുരമേപ്പ് സ്പെഷ്യൽ ബ്ലോഗിന്റെ അടുത്തൊരു സെഷനിലേക്ക് സ്വാഗതം. ഇവിടെ ഫോട്ടോ സെഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. വേൾഡ് ഫേമസ് മേക്കപ്പ് ആർട്ടിസ്റ്റ്. ഫോട്ടോ സെഷൻ ആണ്. ദീപ്തി ഇതൊന്ന് പോസ് ചെയ്യാൻ പഠിപ്പിക്കണോട്ടെ എന്നെ. ഇടയ്ക്കിടയ്ക്ക് പോസ് ചെയ്യാൻ പറ്റും. തിരിച്ചു പോസ് ചെയ്യാൻ. ഇമ്പോർട്ടന്റ് പേഴ്സൺ, മേക്കപ്പ് ആർട്ടിസ്റ്റ് അക്കി ജോർജോ. എങ്ങനെ ഇത്രയും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റി? ആണോ? ഈ ഡിസ്കൗണ്ട് കോഡ് ഒന്ന് പബ്ലിക്കായിട്ട് പറയാൻ പറ്റുമോ? ഭാര്യ ഇല്ലാണ്ട് ഒറ്റയ്ക്ക് പരിപാടിക്ക് വന്നതിന് എന്ത് തോന്നുന്നു? വളരെ ദുഃഖമുണ്ട്. ചിരിക്കടാ. ഈ വൃത്തിയായിട്ടാണ് കൈ എടാ വ്ളോഗിന്റെ ആളാ. വ്ളോഗിന്റെ ആള്. ഞാൻ കേവലം
ഫ്ലിപ്പ് ഒന്ന് ഓ ഇത് നമ്മളാണോ ഇത് റെക്കോർഡോ അല്ല നമ്മുടെ ഫ്രെയിമില് നെഗറ്റീവ് ഇതൊന്നും ഇല്ലാട്ടോ ഈ നെഗറ്റീവ് പോസിറ്റീവ് ഫുള്ള് പോസിറ്റീവ് AI വെച്ച് ഞാൻ നെഗറ്റീവ് ഉണ്ടാക്കണോ ഫുഡ് കഴിക്കാൻ പോകണം. ഫുഡ് അത് കഴിഞ്ഞ ബ്രേക്കിന് ശേഷം നമ്മൾ അടുത്തെടുക്കുന്നതായിരിക്കും. അല്ല ലൈറ്റ് ഇല്ല ലൈറ്റ് ഒക്കെ ഏതോ പരിപാടി വിചാരിച്ചാലും നല്ലായിരുന്നു. ഞാൻ അസൗകര്യം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു, മഴയും. എന്നാലും എല്ലാവരും നന്നായിട്ട് അതിൽ മാനേജ് ചെയ്തു, അഡ്ജസ്റ്റ് ചെയ്ത് മാക്സിമം എൻജോയ് ചെയ്തു. താങ്ക് യു. വന്ന എല്ലാവർക്കും ഒത്തിരി ഒത്തിരി നന്ദി. സോഫിയ ആന്റി പറയൂ. അടിച്ചു പൊളിച്ചു. ഇനി ഒന്ന് പോയി കിടന്ന് ഉറങ്ങിയാൽ മതി. ഹൈ. Say bye. വ്ളോഗ് പോവാണ് നിർത്താം. ഞാൻ പോണില്ല. ഇനി നമുക്ക് പുറത്തും കൂടി ഒന്ന് പോയിട്ട് ബൈ പറയാം. പക്ഷെ ആക്ച്വലി മഴയാണ്, പുറത്ത് ഭയങ്കര മഴയാണ്. നമുക്ക് എന്താ അവസ്ഥ എന്നറിയില്ല. അപ്പൊ പോയിട്ട് ഓടിപ്പോയിട്ട് ഹായ് പറഞ്ഞിട്ട് തിരിച്ചു വരാം. ബൈ പറയൂ. ഇന്നത്തെ തലേദിവസത്തെ പരിപാടി എല്ലാം കഴിഞ്ഞിരിക്കുന്നു. ആരാണ്ട് വരുന്നുണ്ട്, ആരാന്ന് എനിക്കറിയില്ല. ഓക്കെ, ഞാൻ വ്ളോഗ് വൈൻഡപ്പ് ചെയ്യാം. നോർമലി എന്താ ഹാപ്പൻ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ വ്ളോഗ്സ് എടുക്കും, പക്ഷെ ലൈക്ക് എൻഡ് ഉണ്ടാവില്ല, ഇൻട്രൊഡക്ഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. സോ ഐ തോട്ട് ഞാൻ വന്നിട്ട് എൻഡ് ചെയ്യാന്ന്. സോ എങ്ങനെയായിരുന്നു ഇന്നത്തെ പരിപാടി? സോ നമ്മുടെ ഇന്നത്തെ പരിപാടി ജോർജോന്റെ തലേദിവസത്തെ പരിപാടിയായിരുന്നു. നമ്മൾ ഇമ്മീഡിയറ്റ് ലൈക്ക് ഫാമിലിയും കുറച്ച് ക്ലോസ് ഫ്രണ്ട്സും എല്ലാവരും വന്നിട്ട് കൂടുന്നു, വർത്താനം പറയുന്നു. ജസ്റ്റ് ലൈക്ക് എൻജോയിങ്, ലൈക്ക് ഒരു മിനി പാർട്ടി പോലെ. ഞങ്ങളുടെ നമ്മളെല്ലാവരും ഇപ്പൊ ഒന്ന് ഒന്നിച്ചു കൂടി വർത്താനം പറഞ്ഞിരിക്കുകയാണെങ്കിൽ കല്യാണത്തിന് നമ്മൾ ഇച്ചിരി പണക്കം നമ്മളോട് ഒഴിവായി പൊക്കോളും. അതുപോലെ തന്നെ വരൂ, എന്നിട്ട് വരൂ. നമ്മുടെ വ്ളോഗ് നമ്മൾ എൻഡ് ചെയ്യാം. സോ നോർമലി നമ്മൾ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഹലോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കും, പക്ഷെ എന്റെ ഒന്നും കിട്ടാറില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ മറക്കുന്നതിന് മുമ്പ് ഞാൻ ഓർത്ത വ്ളോഗർക്ക് എല്ലാവരോട് ബൈ ഒക്കെ പറയിപ്പിച്ചു. അവരോട് പ്രത്യേകിച്ച് ഒന്നും പറയിപ്പിച്ചില്ല, പക്ഷെ ബൈ മാത്രം പറയിപ്പിച്ചു. സോ എങ്ങനെയായിരുന്നു ഇന്നത്തെ പരിപാടി? ഞാൻ വളരെ ലേറ്റ് ആയിട്ടാണ് ജോയിൻ ചെയ്തത്, ബട്ട് ഐ റിഗ്രറ്റ് ദാറ്റ്. ഞാൻ ക്യാമറയിൽ നോക്കാറില്ല. നിങ്ങൾ മറ്റേ ഈ ഹൗ നോട്ട് ടു അറേഞ്ച് മാരേജ് എന്നുള്ള ഇതൊരു വീഡിയോ കണ്ടോ? ആ വീഡിയോയില് ഞാൻ പറഞ്ഞ ടെക്നിക്സ് ഉപയോഗിച്ച് കിട്ടിയാണ് ഈ കുട്ടി. അതിന് നമ്മുടെ കാച്ചപ്പ് വീഡിയോ നമുക്ക് ചെയ്യാം. ഞാനൊരു ടെക്നിക്സ് ഉപയോഗിച്ചില്ലായിരുന്നു കേട്ടോ. പക്ഷെ നല്ല ഇവന്റ് ആയിരുന്നു. എനിക്ക് കുറച്ച് നേരത്തെ വരണമായിരുന്നു, ബട്ട്
ജോലി ആൻഡ് ലണ്ടൻ ഓവർഗ്രൗണ്ട് ഭയങ്കര പൊറോട്ട ആയിരുന്നു, അതുകൊണ്ട് ഞാൻ 6 മണിക്കൂർ താമസിച്ചെത്തിയത്. ലണ്ടൻ അണ്ടർഗ്രൗണ്ടിൽ ആൾക്കാർ സ്ട്രൈക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അവർക്ക് സാലറി കൂട്ടി കിട്ടാനല്ലേ. ഒരു കുഞ്ഞൊരു ആക്ച്വലി ജയസ്നാടിന്റെ കല്യാണം പോലെ ഇങ്ങനെ പരിപാടി വെക്കാൻ പ്ലാൻ ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ നമ്മൾ ഇങ്ങനെ പരിപാടി വെച്ചു. ജസ്റ്റ് കുറച്ച് ഇമ്മീഡിയറ്റ് ഫാമിലിയും ഇവിടെ അടുത്തുള്ള ഫാമിലീസും ഇവിടെ UK യിലുള്ള, അതുപോലെ തന്നെ അവന്റെ കുറച്ച് ക്ലോസ് ഫ്രണ്ട്സ് ലൈക്ക് ഹു ആർ നിയർ ഇയർ, ലൈക്ക് ഒരുപാട് ട്രാവൽ ചെയ്ത് അങ്ങനെ വരാം. പക്ഷെ ഇവിടെ അടുത്തുള്ള ആൾക്കാരൊക്കെ എല്ലാവരും വന്നിട്ട് നമ്മൾ എൻജോയ് ചെയ്തു. ഫുഡൊക്കെ കഴിച്ച് വർത്താനൊക്കെ പറഞ്ഞു. ലൈക്ക് നമ്മൾ പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ ഈ വ്ളോഗിൽ ബിഗിനിങ്ങിൽ ഉണ്ടായിരിക്കും. ബിഗിനിങ്ങിൽ നമ്മൾ കുക്ക് ചെയ്ത് എടുത്തിരുന്നു, അതൊക്കെ അവര് കാണട്ടെ. കൺക്ലൂഷൻ തന്നെ പാട്ട് കൺക്ലൂഷൻ. എല്ലാവർക്കും പരിപാടി ഇഷ്ടപ്പെട്ടു എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ആൻഡ് ഇഫ് യു ആർ സബ്സ്ക്രൈബ്ഡ്, subscribe. Please like, subscribe. And thank you for watching this video. Share. Bell button വെക്കണ്ട, bell button വെക്കണ്ട. Sorry, ഇവർക്ക് ഞാൻ കാശ് കൊടുത്തിട്ടില്ല, അതുകൊണ്ട് bell button വെക്കിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് അടിക്കണം. കമന്റ് ചെയ്യുകയാണെങ്കിൽ പിന്നെ ബെസ്റ്റ്. അൽഗോരിതം ഞങ്ങൾ ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യണം. ഇനി നമുക്ക് കല്യാണത്തിന് കാണാം. ഓക്കെ, ബൈ. ബൈ.